നമസ്കാരം. ഇൻഫോ ന്യൂസിന്റെ ഇന്നത്തെ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പറപ്പൂക്കര മുത്രത്തിക്കരയിൽ മകൻ അച്ഛനെ വെട്ടി കൊലപ്പെടുത്താൻ ശ്രമിച്ചു. മലക്കപ്പാറയിൽ കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ ആദിവാസി യുവതിക്ക് പരിക്ക്. വടക്കാഞ്ചേരിയിൽ ലോട്ടറിയുടെ കളർ ഫോട്ടോസ്റ്റാറ്റ് കോപ്പി നൽകി തട്ടിപ്പ് നടത്തിയ കേസിൽ പ്രതി പിടിയിൽ. ദേശീയപാത പുതുക്കാട് ഗതാഗതക്കുരുക്ക് രൂക്ഷമായതോടെ പോലീസ് അടച്ചുകെട്ടിയ സർവീസ് റോഡ് സിപിഎം പ്രവർത്തകർ തുറന്നു. തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണറായി നകുൽ രാജേന്ദ്ര ദേശ്മുഖ് ചുമതലയേറ്റു. സ്ഥാനമൊഴിഞ്ഞ ആർ ഇളങ്കോയാണ് ചുമതല കൈമാറിയത്. വിശദമായ വാർത്തയിലേക്ക്. പറപ്പൂക്കര മുത്രത്തിക്കരയിൽ അച്ഛനെ മകൻ വെട്ടി പരിക്കേൽപ്പിച്ചു. മുത്രത്തിക്കര മേക്കാടൻ വീട്ടിൽ 67 വയസ്സുള്ള ശിവനാണ് പരിക്കേറ്റത്. മകൻ 34 വയസ്സുള്ള വിഷ്ണുവാണ് ആക്രമിച്ചത്. ശനിയാഴ്ച ഉച്ചയ്ക്ക് 1:30യോടെയായിരുന്നു സംഭവം. കുടുംബം വാടക വീട്ടിലാണ് താമസിച്ചു വന്നിരുന്നത്. ശിവനെയും ഭാര്യ ലതികയെയും മകൻ വീട്ടിൽ നിന്നും പുറത്താക്കിയിരുന്നു. തുടർന്ന് പെൺമക്കളുടെ വീട്ടിലാണ് ഇവർ കഴിഞ്ഞിരുന്നത്. കഴിഞ്ഞ 40 ദിവസമായി വിഷ്ണു മുത്രത്തിക്കരയിലെ വാടക വീട്ടിൽ ഒറ്റയ്ക്കായിരുന്നു താമസം. ആയോധന കലകൾ അറിയാവുന്ന വിഷ്ണു വീടിനുള്ളിലേക്ക് ആരെയും പ്രവേശിപ്പിക്കാറില്ലായിരുന്നു. ഇയാൾക്ക് ദുർമന്ത്രവാദവുമുണ്ടെന്ന് ആക്ഷേപമുണ്ട്. ലൈഫിൽ ശിവന് വീട് ലഭ്യമാകുന്നതിന് സമർപ്പിക്കാനുള്ള രേഖകൾ എടുക്കാൻ ബന്ധുവിനൊപ്പം വന്നപ്പോഴായിരുന്നു ദമ്പതികൾക്ക് നേരെ മകന്റെ ആക്രമണമുണ്ടായത്. ശിവൻ വാടക വീട്ടിൽ സൂക്ഷിച്ചിരുന്ന രേഖകൾ കാണാതായപ്പോൾ മകനോട് അന്വേഷിച്ചപ്പോൾ കിണറ്റിൽ എറിഞ്ഞു എന്നായിരുന്നു മറുപടി. ഇതേ തുടർന്ന് അച്ഛനും മകനും തമ്മിൽ വാക്കേറ്റമുണ്ടായി. ഈ സമയത്താണ് മകൻ അച്ഛനെ വീട്ടിൽ സൂക്ഷിച്ചിരുന്ന വടിവാൾ ഉപയോഗിച്ച് കഴുത്തിലും തലയ്ക്കും വെട്ടി പരിക്കേൽപ്പിച്ചത്. അമ്മയെയും ആക്രമിക്കാൻ ശ്രമിച്ചുവെങ്കിലും ഒഴിഞ്ഞു മാറിയതിനാൽ പരിക്കേൽക്കാതെ രക്ഷപ്പെടുകയായിരുന്നു. ഒപ്പമുണ്ടായിരുന്ന ബന്ധു ഉടൻ ശിവനെ ആശുപത്രിയിൽ എത്തിക്കുകയും പോലീസിൽ വിവരം അറിയിക്കുകയുമായിരുന്നു. വീടിന്റെ വാതിൽ ചവിട്ടി തുറന്നാണ് പോലീസ് വീടിനകത്ത് പ്രവേശിച്ചത്. ഗുരുതരമായി പരിക്കേറ്റ ശിവൻ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. മലക്കപ്പാറയിൽ കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ ആദിവാസി യുവതിക്ക് പരിക്ക്. അടിച്ചിൽ തൊട്ടി ഉന്നതിയിലെ 40 വയസ്സുള്ള ചിലമ്പന്റെ ഭാര്യ യശോദയ്ക്കാണ് പരിക്കേറ്റത്. ഇന്നുച്ചയ്ക്ക് 12 മണിയോടെയായിരുന്നു സംഭവം. കൃഷിയിടത്തിൽ വെച്ച് വിറക് ശേഖരിക്കുന്നതിനിടെയാണ് കാട്ടുപോത്തിന്റെ ആക്രമണമുണ്ടായത്. തുടർന്ന് 118 ആംബുലൻസിൽ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തിച്ചു. വടക്കാഞ്ചേരിയിൽ ലോട്ടറിയുടെ കളർ ഫോട്ടോസ്റ്റാറ്റ് കോപ്പി നൽകി തട്ടിപ്പ് നടത്തിയ കേസിൽ പ്രതി പിടിയിൽ. തയ്യൂർ സ്വദേശി സജീഷാണ് അറസ്റ്റിലായത്. വടക്കാഞ്ചേരി മാരിയമ്മൻ കോവിലിന് സമീപത്തുള്ള ആരോൺ ലോട്ടറി കടയിലാണ് കഴിഞ്ഞ മാസം 21-ന് തട്ടിപ്പ് നടന്നത്. കട നടത്തുന്ന ലിജിയാണ് തട്ടിപ്പിനിരയായത്. QR കോഡ് ഉപയോഗിച്ച് സ്കാൻ ചെയ്ത് നടത്തിയ പരിശോധനയിൽ ടിക്കറ്റിന് 5000 രൂപ സമ്മാനം ലഭിച്ചതായി കാണിച്ചതോടെ ലിജി പണം നൽകി. എന്നാൽ കഴിഞ്ഞ ദിവസം ടിക്കറ്റ് മാറാനായി ട്രഷറിയിൽ എത്തിയപ്പോഴാണ് കളർ ഫോട്ടോസ്റ്റാറ്റ് കോപ്പിയാണെന്ന് മനസ്സിലായത്. തുടർന്ന് പോലീസിൽ പരാതി നൽകുകയായിരുന്നു. സ്ഥാപനത്തിലെ നിരീക്ഷണ ക്യാമറയിൽ നിന്ന് തട്ടിപ്പുകാരന്റെ ദൃശ്യങ്ങളും പോലീസിന് കൈമാറിയിരുന്നു. ദേശീയപാത പുതുക്കാട് ഗതാഗതക്കുരുക്ക് രൂക്ഷമായതോടെ പോലീസ് അടച്ചുകെട്ടിയ സർവീസ് റോഡ് സിപിഎം പ്രവർത്തകർ തുറന്ന് വാഹനങ്ങൾ കടത്തിവിട്ടു. സിപിഎം പുതുക്കാട് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധവുമായി എത്തിയ പ്രവർത്തകർ പോലീസ് തീർത്ത കോൺക്രീറ്റ് ബാരിക്കേഡുകൾ എടുത്തുമാറ്റിയാണ് ഗതാഗത സൌകര്യമൊരുക്കിയത്. തൃശൂർ ഭാഗത്തേക്കുള്ള പാതയിലെ ഗതാഗതക്കുരുക്ക് ഒഴിവാക്കാൻ ദേശീയ പാതയിലൂടെ മാത്രം വാഹനങ്ങൾ കടത്തിവിടുന്നതിനാണ് പോലീസ് കഴിഞ്ഞ ദിവസം സർവീസ് റോഡ് അടച്ചത്.
എന്നാൽ റോഡ് അടച്ച് നടപ്പിലാക്കിയ പരിഷ്കാരം ഫലമില്ലാതായിട്ടും പോലീസ് യാതൊരു നടപടിയും എടുത്തിരുന്നില്ല. മുന്നറിയിപ്പില്ലാതെ അശാസ്ത്രീയമായി റോഡ് അടച്ചതോടെ വാഹനയാത്രക്കാർ ഏറെ ദുരിതമാണ് അനുഭവിച്ചത്. റോഡ് അടച്ചതറിയാതെ സർവീസ് റോഡിലൂടെ വന്ന ബസ്സുകൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ കുടുങ്ങുകയും ദേശീയപാതയിലും സർവീസ് റോഡിലും ഗതാഗത സ്തംഭനവും ഉണ്ടാവുകയായിരുന്നു. ചാലക്കുടി ഭാഗത്തുനിന്ന് വരുന്ന KSRTC ബസ്സുകൾക്ക് സ്റ്റാൻഡിലേക്ക് പ്രവേശനം തടഞ്ഞതോടെ സ്റ്റാൻഡിന് എതിർവശത്തുള്ള സർവീസ് റോഡിലൂടെയാണ് കടത്തിവിട്ടിരുന്നത്. KK രാമചന്ദ്രൻ MLAയുടെ നിർദ്ദേശത്തെ തുടർന്ന് സർവീസ് റോഡിൽ താൽക്കാലിക ബസ് കാത്തിരിപ്പ് കേന്ദ്രവും നിർമ്മിച്ചിരുന്നു. എന്നാൽ സർവീസ് റോഡ് അടച്ചു കെട്ടിയതോടെ ബസ്സുകൾക്ക് ഇതുവഴി കടന്നുപോകാൻ കഴിയാത്ത അവസ്ഥയായി. ഇതോടെ ദേശീയപാതയിൽ ബസ്സുകൾ നിർത്തുന്നത് അപകടങ്ങൾക്ക് സാധ്യതയേറിയിരുന്നു. പരീക്ഷണാടിസ്ഥാനത്തിൽ പോലീസ് നടപ്പാക്കിയ ഗതാഗത പരിഷ്കാരത്തിനെതിരെ വ്യാപക പ്രതിഷേധമാണ് ഉയർന്നത്. തുടക്കം മുതൽ തന്നെ നിയന്ത്രണങ്ങൾ പാളിയതോടെ പുതുക്കാട് സെന്റർ വരെ ഗതാഗത കുരുക്ക് ആവുകയായിരുന്നു. യാതൊരുവിധ ചർച്ചകളോ മുന്നറിയിപ്പോ ഇല്ലാതെ റോഡടച്ച് യാത്രക്കാരെ ദുരിതത്തിലാക്കിയ പോലീസിന്റെ നടപടിയെ തുടർന്നായിരുന്നു CPMന്റെ പ്രതിഷേധം. CPM കൊടകര ഏരിയ കമ്മിറ്റി അംഗവും പറപ്പൂക്കര പഞ്ചായത്ത് പ്രസിഡന്റുമായ EK അനൂപ് പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു. CPM പുതുക്കാട് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി അഡ്വക്കേറ്റ് അൽജോ പുളിക്കൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം സരിത രാജേഷ്, ചെങ്ങാലൂർ ലോക്കൽ സെക്രട്ടറി PC സുബ്രൻ, ലോക്കൽ കമ്മിറ്റി അംഗം PV മണി എന്നിവർ സംസാരിച്ചു. തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണറായി നകുൽ രാജേന്ദ്ര ദേശ്മുഖ് ചുമതലയേറ്റു. സ്ഥാനമൊഴിഞ്ഞ R ഇളങ്കോയാണ് ചുമതല കൈമാറിയത്. തൃശൂർ പൂരം അടക്കമുള്ളവയിൽ എല്ലാവരുടെയും സഹകരണത്തോടെ ജാഗ്രതയോടെ പ്രവർത്തിക്കുമെന്നും മുൻഗാമികൾ തുടങ്ങിവച്ചതും നേടിയതുമായ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുമെന്നും സ്ഥാനമേറ്റ ശേഷം അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. മഹാരാഷ്ട്ര നാസിക് സ്വദേശിയായ നകുൽ തിരുവനന്തപുരത്തും വൈക്കത്തും സേവനമനുഷ്ഠിച്ച ശേഷമാണ് തൃശൂരിൽ കമ്മീഷണറായി ചുമതലയേൽക്കുന്നത്. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഇവാനിയ ഗോൾഡ് തൃശൂർ. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ഉയർന്ന വിലയ്ക്ക് എടുക്കപ്പെടും. ബാങ്ക്, ധനകാര്യ സ്ഥാപനങ്ങളിൽ പണയം വെച്ചതോ കൈവശം ഉള്ളതോ ഏതുമാകട്ടെ, നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ എടുത്തു വിൽക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു. 100% വിശ്വസ്തവും സുതാര്യവുമായ സേവനം ഞങ്ങൾ ഉറപ്പു നൽകുന്നു. ഇവാനിയ ഗോൾഡ് തൃശൂർ. സ്വർണ്ണവില 80 രൂപ കുറഞ്ഞു. ഗ്രാമിന് 10,945 രൂപ, പവന് 87,560 രൂപ. ഇന്നത്തെ കാലാവസ്ഥ. കൂടിയ താപനില 31 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പറപ്പൂക്കര മുത്രത്തിക്കരയിൽ മകൻ അച്ഛനെ വെട്ടി കൊലപ്പെടുത്താൻ ശ്രമിച്ചു. മലക്കപ്പാറയിൽ കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ ആദിവാസി യുവതിക്ക് പരിക്ക്. വടക്കാഞ്ചേരിയിൽ ലോട്ടറിയുടെ കളർ ഫോട്ടോസ്റ്റാറ്റ് കോപ്പി നൽകി തട്ടിപ്പ് നടത്തിയ കേസിൽ പ്രതി പിടിയിൽ. ദേശീയപാത പുതുക്കാട് ഗതാഗതക്കുരുക്ക് രൂക്ഷമായതോടെ പോലീസ് അടച്ചുകെട്ടിയ സർവീസ് റോഡ് CPM പ്രവർത്തകർ തുറന്നു. തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണറായി നകുൽ രാജേന്ദ്ര ദേശ്മുഖ് ചുമതലയേറ്റു. സ്ഥാനമൊഴിഞ്ഞ R ഇളങ്കോയാണ് ചുമതല കൈമാറിയത്. ഇതോടെ ഇന്നത്തെ വാർത്തകൾ പൂർണ്ണമാകുന്നു. ഇന്നത്തെ വാർത്തയുടെ പുനർസംപ്രേഷണം രാത്രി 10:30-നും 11:30-നും, രാവിലെ 6:30, 7:30, 8:30, ഉച്ചയ്ക്ക് 12 മണി എന്നീ സമയങ്ങളിൽ ഉണ്ടായിരിക്കും. തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും Info News എന്ന യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും ലഭ്യമാണ്. വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ 9895070239. നന്ദി, നമസ്കാരം.